തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുൻപ് വെറ്റിലപ്പാറ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിലാണ് ആനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. ആനകളെ കാടുകയറ്റാൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി. റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ട വാച്ചുമരം ആദിവാസി കോളനിയിലെ വത്സയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും. വന്യജീവി ആക്രമണം തടയാൻ വനംവകുപ്പ് സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ കോൺഗ്രസ് കരിദിനം ആചരിക്കുകയാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വെറ്റിലപ്പാറയിൽ ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും സൂരജ് നൽകുക. ചാലക്കുടിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു വത്സയുടെ. അതോടൊപ്പം തന്നെ അവിടെ പ്രതിഷേധവുമുണ്ട്. അതിന്റെ വിവരങ്ങൾ നൽകാൻ ശ്രീകാന്തം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, വീണ്ടും ജനങ്ങളിൽ ഭീതി വിതയ്ക്കുന്നതാണല്ലോ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? വനം വകുപ്പ് എന്ത് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പിനെതിരെ ഉയരുന്നത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്ലാന്റേഷൻ തോട്ടത്തിലേക്കാണ് പലപ്പോഴും കാട്ടാനകൾ എത്തുക. അതായത് ചാലക്കുടി പുഴ കടന്ന് അവിടെ നിന്ന് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിലേക്ക് ഈ കാട്ടാനകൾ എത്തും. അതിനുശേഷമാണ് ഇവർ ഇങ്ങോട്ടേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക. ഇന്ന് 16-ലും അത്തരത്തിൽ തന്നെയാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഏറെ നേരം, അതായത് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് കാട്ടാന ഇങ്ങോട്ടേക്ക് എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. 16-ൽ അവിടെ കാട്ടാനക്കൂട്ടം കുറെ അധികം നേരം, മണിക്കൂറുകളോളം തമ്പടിച്ചു നിൽക്കുന്നു. പക്ഷേ ഈ വിവരം കിട്ടിയിട്ട് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. ഒടുവിൽ കാട്ടാന ഈ പ്രധാന പാതയിൽ, അതായത് ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഇറങ്ങിയതോടുകൂടി മാത്രമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ കാട്ടാനയെ തുരത്താനുള്ള നടപടി സ്വീകരിച്ചത്. താൽക്കാലികമായി ഈ പ്ലാന്റേഷന് എതിർവശത്തുണ്ടായിരുന്ന ഒരു കുന്നിനകത്തേക്ക്, അതായത് ചെറിയ വനമേഖലയാണ്, അങ്ങോട്ടേക്ക് കയറ്റി. പക്ഷേ അതും ഒരു ശാശ്വത പരിഹാരമല്ല. ഈ കുന്ന് കഴിഞ്ഞാൽ അതിനപ്പുറം വീണ്ടും ജനവാസ മേഖലയാണ്. അവിടെയുള്ള പ്രദേശവാസികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കാരണം ഈ താൽക്കാലികമായി കാട്ടാനയെ ഓടിച്ചു കയറ്റിയ പ്രദേശത്ത് നിന്ന് തങ്ങളുടെ മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തങ്ങളും പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അത് 16-ലെ മാത്രം സ്ഥിതിവിശേഷമല്ല. ഈ മേഖലയാകെ, വെറ്റിലപ്പാറ അതിരപ്പള്ളി മേഖലയിലാകെ ഈ ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതും 10ഉം 12ഉം ഒക്കെ വരുന്ന കാട്ടാനക്കൂട്ടങ്ങളാണ് ഇറങ്ങുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മേഖലയിലാകെ തന്നെ, അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടമാണ്. ഇവിടെയാണ് പലപ്പോഴും രാത്രികാലങ്ങളിലും പുലർച്ചെയും എല്ലാം കാട്ടാനകൾ എത്തുന്നത്. ജനജീവിതം തന്നെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം. അവർ പറയുന്നത്, അതായത് നമ്മൾ ഈ നിൽക്കുന്ന മേഖലയിൽ പോലും ഫെൻസിംഗ് ഇല്ല എന്നുള്ളതാണ്. ഒരു മേഖലയിലും ഫെൻസിംഗ് ഇല്ല. കൃത്യമായി ഫെൻസിംഗ് ഏർപ്പെടുത്തിക്കൊണ്ട് ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത് തടയണം എന്നുള്ളതാണ് പറയുന്നത്. 14 കോടിയുടെ പദ്ധതി ഉണ്ടെങ്കിൽ പോലും ഇതുവരെയും ആ പദ്ധതി നടപ്പായിട്ടില്ല. സൂരജ്, ഈ കാട്ടാനക്കൂട്ടം എണ്ണപ്പന തോട്ടത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഇതിനു മുൻപ് നിരന്തരം ഉണ്ടായിട്ടുണ്ടോ? അതോ ഇത് ആദ്യമായിട്ടാണോ? ആ നിലയിൽ ജനങ്ങൾക്ക് ഭീതി കൂടിയോ? തീർച്ചയായും ഇത് ആദ്യ സംഭവം എന്നുള്ളതല്ല അവർ പറയുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്തായി ഇത് തുടർച്ചയായി ഈ സംഭവം ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയും കാട്ടാനക്കൂട്ടം ഇതേപോലെ ഈ എണ്ണപ്പനത്തോട്ടം കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ എണ്ണപ്പനത്തോട്ടത്തിൽ വന്നാൽ പോലും ആളുകൾക്ക് ഉപദ്രവമില്ലാത്തത് കൊണ്ട് അത് കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷേ ഇത് ജനവാസ മേഖലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയ സമയത്ത് പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിൽ പോലും പടക്കം പൊട്ടിച്ചിട്ട് പോലും ആന പിന്തിരിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ വാച്ചുമരം കോളനിയിലെ വത്സ, അത് ഇന്നലെ അവരെ ആനാക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും പറയുന്നത് മഞ്ഞക്കൊമ്പൻ എന്ന ഒറ്റയാനാണ് അവരെ ആക്രമിച്ചത്. മതപ്പാടിലുള്ള ആനയാണ് ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്നത്. അങ്ങനെ മതപ്പാടിലുള്ള ഒരു ഒറ്റയാൻ ഉണ്ടായിട്ട് പോലും അതിന് കൃത്യമായ നിരീക്ഷണം ഉണ്ടായില്ല. ആ നിരീക്ഷണമോ ആന എവിടെയാണെന്നോ വനംവകുപ്പ് കണ്ടെത്താനോ അല്ലെങ്കിൽ ആനയെ പിന്തുടർന്ന് അതിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. ശരി, അതൊക്കെയാണ് വനംവകുപ്പിനെതിരെ നാട്ടുകാർക്കുള്ള ആക്ഷേപം. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുമുണ്ട്. മഞ്ഞക്കൊമ്പൻ എന്ന ഒറ്റയാനാണ് ഇന്നലെ വാച്ചുമരത്തെ ആദിവാസി കോളനിയിലെ വത്സയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. വത്സയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കുടുംബത്തിന് അടിയന്തരമായ ധനസഹായമായ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറുമെന്നറിയുന്നു. വന്യജീവി ആക്രമണം തടയാൻ വനംവകുപ്പ് സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശ്ശൂരിൽ കോൺഗ്രസ് കരിദിനം ആചരിക്കുകയുമാണ്. ശ്രീകാന്ത് കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീകാന്ത്, അവിടെ ഈ നാട്ടുകാർ എന്താണ് ശ്രീകാന്ത് പറയുന്നത്? അതായത് ഈ മഞ്ഞക്കൊമ്പൻ എന്ന ഒറ്റയാന്റെ ആക്രമണത്തിലാണ് വത്സ കൊല്ലപ്പെട്ടത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മതപ്പാടുണ്ടായിട്ടും വനം വകുപ്പ് നിരീക്ഷണ സംവിധാനങ്ങളൊന്നും ഒരുക്കിയില്ല എന്ന കടുത്ത ആക്ഷേപം അവർക്കുണ്ട്. ഈ കാട്ടാനക്കൂട്ടം
ഇറങ്ങിയിട്ടും വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നത് നാട്ടുകാരെ ക്ഷുഭിതരാക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്? വത്സയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 8 മണിയോടെയാണ് ചാലക്കുടി ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവരെ അവിടെ നിന്ന് എത്തിച്ച്, നാട്ടിൽ നിന്ന് എത്തിച്ച് വെറ്റിലപ്പാറയിൽ നിന്നും ചാലക്കുടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. നിലവിലിപ്പോൾ വെറ്റിലപ്പാറയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് അവിടെ നടക്കുകയും ചെയ്യും. ഇന്ന് ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത്, കഴിഞ്ഞ ദിവസം അവരാണ് ഈ പ്രതിഷേധം തുടങ്ങിവെച്ചത്. ഇന്ന് കോൺഗ്രസിന്റെ കരിദിനാചരണം ജില്ലയിലെമ്പാടും നടക്കുകയുമാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ഥലമെന്ന് പറയുന്നത് നിരന്തരമായി വന്യജീവി ആക്രമണം നടക്കുന്ന മേഖലയാണ്. ഏറ്റവും പ്രധാനമായും ആനയാണ് ഇവിടെ ശല്യത്തിന് ഉള്ളത്. ഈ ആനശല്യം ഒഴിവാക്കാൻ വനത്തിനുള്ളിൽ ട്രഞ്ച് സ്ഥാപിക്കണമെന്നും ഹാങ്ങിങ് ഫെൻസിംഗ് വേണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല സർക്കാരിന്, വനംവകുപ്പിന് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ RRT സംഘത്തിന്റെ സ്ഥിരം സാന്നിധ്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നും ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് ഏതെങ്കിലും സംഘർഷത്തിലേക്ക് പോകുന്ന പ്രതിഷേധം ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരെയൊക്കെ കയർക്കുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അത്തരമൊരു സംഘർഷാവസ്ഥയില്ല. പക്ഷേ കരിദിനം ആചരിക്കുന്നുണ്ട്. ശ്രീകാന്ത്, മഞ്ഞക്കൊമ്പൻ എന്ന ഒറ്റയാനാണ് ഈ വത്സയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നാണോ നാട്ടുകാർ പറയുന്നത്? അവിടെ ഈ മതപ്പാടുണ്ടായിട്ടും ഈ ആനയെ കൃത്യമായൊരു നിരീക്ഷണം സംവിധാനം ഒരുക്കാനൊന്നും വനംവകുപ്പിന് കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ആക്ഷേപം അവർക്കുണ്ടോ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഇവരുടെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു, വന്ന ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതാണ്, സ്ഥിരമായി ഈ വനത്തിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരാണ് ഇവരെല്ലാം തന്നെ. ഇവർക്ക് ആ വനത്തിലെ എല്ലാ വഴികളും എല്ലാ സ്ഥലങ്ങളും നല്ല പരിചയവുമാണ്. ഈ കൊമ്പൻ ശ്രീകാന്ത്, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ഞാൻ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ഏതായാലും വെറ്റിലപ്പാറയിൽ നിന്ന് സൂരജ് സജി നേരത്തെ വിവരങ്ങൾ തന്നിരുന്നു. അത് അവിടെ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടാനക്കൂട്ടം കണ്ടതിനുള്ള നാട്ടുകാരുടെ ഭീതിയെക്കുറിച്ചാണ്.